പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ബുധനാഴ്ച വൈകുന്നേരം വെണ്ണല പ്രസംഗ കേസിൽ മൊഴി നൽകാനെത്തിയ PC ജോർജിനെ അനന്തപുരി പ്രസംഗ കേസിൽ ജാമ്യം റദ്ദാക്കിയെന്ന് കാട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെത്തിച്ചു. റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചു. PC ജോർജിന്റെ ഉറച്ച നിലപാടിന്റെ മൂർച്ചയുള്ള വാക്ശരമേറ്റ് അധർമ്മത്തിന്റെ കച്ചവടം മുട്ടിപ്പോയവർക്കും ആ കളങ്കിത കച്ചവടക്കാരുടെ പങ്കുപറ്റി വാണിജ്യ ശൃംഖലകൾ കെട്ടിപ്പടുക്കുന്നവർക്കും അവരുടെ ഏറാൻ മൂളികൾക്കും PC ജയിലിലായെന്ന വാർത്ത രോമാഞ്ചമുളവാക്കിയിരിക്കാം. പക്ഷേ മതപരമായ നിഷ്ഠകളുടെയും വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് എക്കാലത്തും സമൂഹത്തിൽ ഉയർന്ന ധാർമ്മിക മര്യാദകൾ കാട്ടി ക്ഷമയുടെയും സഹനത്തിന്റെയും പ്രതീകങ്ങളായി വർത്തിച്ച ക്രൈസ്തവ സമൂഹത്തിന്റെ വർത്തമാനകാല ആശങ്കകളെയാണ് പിണറായിയുടെ പോലീസ് ജയിലിലടച്ചത്. PC ജോർജിന്റെ അറസ്റ്റോടെ കേരളത്തിലെ ക്രൈസ്തവരുടെ വികാരപരമായ മാനങ്ങൾ എതിരഭിപ്രായങ്ങളില്ലാതെ അദ്ദേഹത്തോടൊപ്പം ചേരുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും PC ജോർജ് വാദിച്ചത് തിന്മയുടെ ശക്തികൾക്കെതിരെ ജാഗ്രത പൂണ്ടിരിക്കണമെന്ന് ഹൈന്ദവ സഹോദരങ്ങളോടായിരുന്നു. മെയ് 1 തിരുവനന്തപുരത്തും ബുധനാഴ്ച പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലും അവരുടെ ശക്തമായ പിന്തുണ PCക്കൊപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം അരക്കെട്ട് ഉറപ്പിച്ചു പറയാം, പൂജപ്പുര ജയിലിൽ നിന്നും തുടങ്ങുന്ന ഒരു വലിയ മലവെള്ള പാച്ചിലാണ് കേരളത്തിലേക്ക് ഇനി വരുവാൻ പോകുന്നത്. അതിനെ മുറം കൊണ്ട് തടുക്കുവാൻ കാലഹരണപ്പെട്ടുപോയ കപട പ്രത്യയ ശാസ്ത്രങ്ങൾ കൊണ്ട് സാധാരണക്കാരന്റെ കണ്ണിൽ തിമിരം തീർത്ത് തീവ്രവാദത്തിന് കുഴലൂത്ത് നടത്തുന്നവർക്ക് കഴിയില്ല. സ്വച്ഛാധിപത്യ ദുഷ്പ്രഭുവിന്റെ പരിശ്രമങ്ങൾ നീർക്കുമിള പോലെ പൊട്ടിത്തകരും. വെണ്ണല പ്രസംഗം ഉയർത്തിപ്പിടിച്ചുള്ള ഗൂഢാലോചനാ തന്ത്രങ്ങൾ നനഞ്ഞ പടക്കം പോലെ ചീറ്റുകയും ചെയ്യും. ക്രിമിനലുകളുടെ മാത്രം തടവറയായ ജയിലറകൾക്കുള്ളിൽ കിടക്കുന്നത് കള്ളനോ കൊലപാതകിയോ കൊലപാതകത്തിന് ആഹ്വാനം നൽകിയ ആളോ അല്ല, മറിച്ച് കേരളത്തിൽ ഭരണകൂടത്തിന്റെ തണൽ പറ്റി വളർന്നു വരുന്ന കറതീർന്ന ഭീകരന്മാർക്കെതിരെ ജാഗ്രത പൂണ്ടിരിക്കണമെന്ന് വിവേകത്തോടെ പറഞ്ഞു തന്ന ഒരു തീഷ്ണാബോധമുള്ള നേതാവാണ് അദ്ദേഹം. ജാഗ്രത വേണമെന്ന് പറഞ്ഞത് കേരളത്തിലെ നല്ലവരായ മുസ്ലിം സമൂഹത്തെ കുറിച്ചല്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച മുന്നറിയിപ്പുകളുടെ അകംപൊരുൾ തിരിച്ചറിയാൻ മതവെറിയുടെ തോളിലേറിയ ബാലകന്റെ മുദ്രാവാക്യങ്ങളോട് മറ്റെന്ത് തെളിവുകൾ വേണം? അതുകൊണ്ട് പൂജപ്പുര ജയിൽ വരെ എത്തിച്ച നടപടികൾ നിയമവാഴ്ചയുടെ വിജയം ഒന്നുമല്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയെന്നതിന് സോഷ്യൽ മീഡിയ ലോകം PCക്ക് നൽകുന്ന വൻ പിന്തുണ തന്നെയാണ് തെളിവ്. യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് സർവീസ് മേധാവിയെ കയ്യേറ്റം ചെയ്ത കേസിൽ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീമിന് വാറന്റ് വന്നു, പക്ഷേ അറസ്റ്റില്ല. ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും ദൈവങ്ങളെയും ആരാധനകളെയും ചിഹ്നങ്ങളെയും അവഹേളിച്ച ഇസ്ലാം മത പണ്ഡിതന്മാർക്ക് അറസ്റ്റേ ഇല്ല. ആലപ്പുഴയിൽ കുഞ്ഞുവായിൽ കൊള്ളരുതായ്മ വിളിച്ചു പറഞ്ഞ ചെക്കനും അവനെ പടച്ചുവിട്ടവരും ആരെന്ന് പോലും അറിയാതെ കുറെ ദിവസം പോലീസ് ഇരുട്ടിൽ തപ്പിക്കളിച്ചു. തൃക്കാക്കരയിൽ 23,000-നടുത്ത് വരുന്ന ഇസ്ലാമിക വോട്ട് ബാങ്ക് മാത്രം ലാക്കാക്കി PC എന്ന ജനകീയനായ നേതാവിനെ അറസ്റ്റ് ചെയ്തത് ഒരു സ്വച്ഛാധിപത്യ ഭരണത്തിന്റെ പ്രതിഫലനമാണ്. 4 പതിറ്റാണ്ടിലധികമായി കേരള രാഷ്ട്രീയത്തിലെ മലരികളും ചുഴികളും അടുത്തറിഞ്ഞ അതികായനായ പ്ലാത്തോട്ടത്തിൽ ചാക്കോ ജോർജ് എന്ന PC ഇടത് വലത് മുന്നണികളെ ഒറ്റയ്ക്ക് നേരിട്ട് പൂഞ്ഞാറിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ആളാണ്. അതാണ് PC ജോർജ് എന്ന വ്യക്തിയുടെയും അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന്റെയും സ്വീകാര്യതയ്ക്ക് ഒരു കാരണം. അറസ്റ്റ് ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും തന്റെ ഇടത്തോടെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് അറസ്റ്റ് ഏറ്റുവാങ്ങി ജയിലിലേക്ക് പോയ PC പൂഞ്ഞാറുകാരുടെ മാത്രമല്ല, നിഷ്പക്ഷരായ കേരളത്തിലെ സകല സാധാരണക്കാരുടെയും വികാരമായി മാറിയിരിക്കുകയാണ്. ഇസ്ലാമിസ്റ്റുകൾ തനിക്കെതിരെ ഉറഞ്ഞു തുള്ളിയിട്ടും ജയിലിലടയ്ക്കാൻ മുമ്പ് ശ്രമിച്ചിട്ടും സ്വതസിദ്ധമായ ധൈര്യത്തിന്റെ പിൻബലത്തിൽ ഈരാറ്റുപേട്ട പോലെയുള്ള ഇസ്ലാം ഭൂരിപക്ഷ മേഖലയിൽ രാജ്യത്തെ നശിപ്പിക്കുന്ന ഇസ്ലാമിലെ ഭീകരരെ വെല്ലുവിളിച്ച് ഒറ്റയാനായി ജീവിക്കാൻ PCക്കല്ലാതെ മറ്റാർക്ക് കഴിയും? PC മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ വർഗീയതയുണ്ടെന്ന് പറയുന്നവർക്കും അറിയാം ആ വാക്കുകളുടെ പിന്നിൽ ഒരു സത്യമുണ്ടെന്ന്. തന്റെ ഇടത്തോടും ധൈര്യത്തോടും കൂടിയാണ് PC കേരളത്തിലെ ക്രൈസ്തവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് തന്നെ പൊരുതിയത്. കേരളത്തിലെ യുവത്വത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നാർക്കോട്ടിക് ജിഹാദ് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച്
കുറവിലങ്ങാട് പള്ളിപ്പെരുന്നാളിന് പറഞ്ഞതിന്റെ പേരിൽ അഭിമന്യ പാലാ പിതാവിനെ ജിഹാദികൾ വളഞ്ഞിട്ട് ആക്രമിച്ചത് കേരളത്തിലെ ക്രൈസ്തവരാരും മറന്നിട്ടില്ല. അന്ന് പിതാവിനെ ആക്രമിച്ചവരുടെ കൂടെ ഇടത് വലത് വ്യത്യാസമില്ലാതെ സകലരും ഒത്തുകൂടി. പ്രതിപക്ഷ നേതാവ് സതീശനും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെയുള്ളവർ മുസ്ലിം മത തീവ്രവാദ സംഘടനകളെ സന്തോഷിപ്പിക്കാൻ കല്ലറങ്ങാട്ട് പിതാവിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചു. സ്വന്തം സമുദായത്തിനുള്ളിലെ കുലം കുത്തികൾ ജിഹാദികൾക്ക് വേണ്ടി പല നാടകങ്ങളും കളിച്ചപ്പോഴും ധൈര്യപൂർവ്വം പാലാ പിതാവിനായി രംഗത്തെത്തിയത് PC ജോർജ് മാത്രമായിരുന്നു. ആബേൽ അച്ഛൻ എന്ന ക്രിസ്തീയ പുരോഹിതന്റെ തണൽ പറ്റി കലാരംഗത്ത് വളർന്നു വന്നിട്ട് ക്രൈസ്തവ വികാരത്തിന്റെ നെഞ്ചിൽ കയറി ഈശോ എന്ന പേരിൽ സിനിമ ചമച്ച നാദിർ ഷാ എന്ന അഹങ്കാരിയോട് ആ പേരിൽ സിനിമ പുറത്തിറക്കിയാൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് തന്റെ ഇടത്തോടെ പറയാനും PC അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. PC ജോർജ് അകത്തായപ്പോൾ ക്രൈസ്തവരുടെ സംരക്ഷകർ ചമഞ്ഞു നടക്കുന്ന സകല പുള്ളികളുടെയും കാപട്യവും മനസ്സിലായി. PCക്കൊപ്പം ക്രൈസ്തവരും കേരളത്തിലെ ഭരണകൂട ഭീകരതയ്ക്കിരയായി ചിന്തിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളുമുണ്ട്. കേന്ദ്ര സർക്കാർ ആശങ്കാകുലരായ ക്രൈസ്തവ സഹോദരങ്ങളുടെ വികാരപരമായ മാനങ്ങളെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നാൽ PC ജോർജ് എന്ന കരുത്തന്റെ കൂടെ ആ ആശയങ്ങൾക്കൊപ്പം ജനങ്ങൾ ശക്തമായി അണിനിരക്കും. കാരണം കേരളത്തിലെ ഇടതരെയും വലതരെയും അവർ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു.